ഡാ എന്റെ പൊന്നി ചേച്ചി എനിക്ക് ഈ PSC പഠിത്തവും കണ്ടന്റ് ഉണ്ടാക്കലും എല്ലാം കൂടെ പറ്റത്തില്ല കേട്ടോ. എന്നെ കൊണ്ട് ഒന്നേ പറ്റത്തുള്ളൂ. എടാ എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാക്കിയതാടാ. എന്നാ പിന്നെ നമുക്ക് മറ്റേ ഒരു PSC പഠന സഹായം ചെയ്യാം. അതാ എന്നെ പോലത്തെ കുറെ പേർക്ക് ഹെൽപ്ഫുൾ ആവും. ചേച്ചി ചെയ്താൽ മതി, പൊളിക്കാം. എന്നിട്ട് വേണം നാട്ടുകാരുടെ വായിലിരിക്കണോ കൂടെ ഞാൻ കേൾക്കാൻ. അല്ലാലും കമന്റ് ഒന്നും അറിയില്ല വരുന്നത്, പിന്നെന്തോ അത് ചെയ്താലും. എടാ നല്ല എന്തെങ്കിലും കണ്ടന്റ് വേണം, എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ വേണം. എന്നാ ഈ മാവിന്റെ മോള് കയറി താഴോട്ടങ്ങ് ചാടും, അതങ്ങ് വീഡിയോ എടുത്തു. ആ എന്നാ നീ കയറി ചാടി, ഞാൻ വീഡിയോ എടുക്കാം. അങ്ങനെ എന്നെ ചടിച്ച് വീഡിയോ ഉണ്ടാക്കാം. എടാ ആലോചിക്ക്. ആലോചിക്കട്ടെ. പിള്ളേരെ എന്താ അപ്പച്ചി? നിങ്ങൾക്ക് ആകെ ഒരു അപ്പച്ചല്ലേ ഉള്ളൂ? ആണോ? ആണോ? അല്ലേ? അതെ, ആകെ ഒരു അപ്പച്ചുള്ളൂ. ആ ശരിയാ, ആണായിട്ടും പെണ്ണായിട്ടും നമുക്ക് ആകെ ഒരു അപ്പച്ചിയേ ഉള്ളൂ. ആ കളിയാക്കിക്കോ, ആക്കിക്കോ. സഹിക്കേണ്ടവളാണല്ലോ. അപ്പച്ചി അവൻ കളിയാക്കിയതൊന്നല്ല. ഇടയ്ക്കപ്പച്ചിയുടെ ഈ തൻ്റെ ഇടം കാണുമ്പോ ആണുങ്ങളുടെ സ്വഭാവം ഉണ്ട്. അമ്മയുടെ വള എടുത്ത് കൊടുത്തില്ലെങ്കിൽ എന്റെ തൻ്റെ ഇടം മൊത്തം പോവും. അമ്മയുടെ വളയെടുത്ത് കൊടുത്തില്ലെങ്കിൽ അച്ഛമ്മയുടെ തൻ്റെ ഇടം മൊത്തം അപ്പച്ചിന്ന് കാണും. അതെ, നിങ്ങളുടെ കയ്യിലേ ഒരു 25,000 രൂപ എടുക്കണ്ടാവോ? അയ്യോ, ക്യാഷ് ആയിട്ടില്ല, ചെക്കായിട്ട് മതിയോ? പോടാ അപ്പച്ചി, ഞങ്ങളുടെ കയ്യിൽ ഒരു 10ന്റെ പൈസ എടുക്കാനില്ല. എന്ത് ചെയ്യും ചേച്ചി? എനിക്കൊരു ഐഡിയ. നമുക്ക് അപ്പച്ചി യൂട്യൂബിൽ ഇട്ടാലാ? എങ്ങനെ? അതായത് അപ്പച്ചി ഒന്ന് മേക്കപ്പ് ഒക്കെ ഇടിയിച്ച് ഒരുമാതിരി വയ്യാത്ത കോലത്തിലാക്കുക. വയ്യാത്ത പോലോ? ഞാൻ പറയട്ടെ. ആഹ് കഴിഞ്ഞിട്ട്, ഹായ്, എൻ്റെ പേര് സരിത, എനിക്ക് ഇങ്ങനത്തെ ഒരു മാറ അസുഖമുണ്ട്, ഇന്ന് പൈസ ഇട്ടില്ലെങ്കിൽ ഞാൻ നാളെ തട്ടിപ്പോവും, എനിക്കൊരു മകളുണ്ട്, ഒന്നിനും കൊള്ളൂല, ഞാൻ പോയി കഴിഞ്ഞാൽ കൊച്ചിന് ആരുമില്ല, ഒരു 2 ലക്ഷം രൂപ തരുമെന്ന് വെച്ചിട്ട് ഒരു QR കോഡും വെച്ച് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വൈറലും ആവും, നമുക്ക് പൈസ കിട്ടും. അതിന്റെ അച്ഛനോട് പറയാൻ അയ്യേ എന്നോടൊന്നും പറ്റില്ല. അയ്യോ അപ്പച്ചി, അതൊരു നല്ല ഐഡിയ ആണ്. അപ്പച്ചിക്ക് പൈസയും കിട്ടും, എനിക്ക് നല്ലൊരു കണ്ടന്റും. അത് പറ്റൂല. അയ്യ വേറെ എന്തെങ്കിലും വഴി പറഞ്ഞു പിള്ളേരെ. എന്റെ പൊന്നമ്മച്ചി, ഇതാണെങ്കിൽ പോത്തിന്റെ കടിയും മാറും, കാക്കയുടെ വച്ചപ്പം തീരും. 2 പോത്തുകളും കൂടി പരസ്പരം കടിച്ചാൽ മതി കേട്ടാ. എന്നെ കൂടെ പറ്റില്ല. അത് ഈ പെണ്ണിന് എന്താണ് എന്നെ കാണുമ്പോ കമ്മലൂര് പറഞ്ഞോണ്ടിരിക്കണത്? പിന്നെ മാലൂര് എന്ന് പറയണോ? നീ ഇടയ്ക്ക് അറിഞ്ഞാണ് ഊരിക്കോ. അപ്പച്ചി ആ കമ്മലിതാ. കമ്മല് തരില്ല. നിനക്ക് എന്താണ് കമ്മലിട്ട് കിണി കിടക്കാൻ വേണ്ടിട്ടല്ലേ? ഞാൻ കുറച്ച് കുടി കിടക്കട്ടെ. എന്ത് കഷ്ടമാടാ സഞ്ജു, ഒന്ന് പറയണല്ലേ കമ്മലൂര് തരാൻ. അവൻ പറഞ്ഞിട്ട് കാര്യമില്ല, കമ്മല് തരാൻ പോണില്ല, തരൂല. കമ്മലും ഇല്ല കുമ്മലും ഇല്ല, ഒറ്റയ്ക്ക് കുണിക്കോ. ചേച്ചു എന്റെ കമ്മൽ എടുത്തോണ്ട് പോവാ. നിന്റെ കമ്മലിന്റെ കേസ് കഴിഞ്ഞ് നോക്കണ്ട, കൊണ്ടുപോയി. ഒരു കമ്മലല്ല, അത് ഇട്ടോട്ടെ, നിനക്ക് തരും. അതല്ല പ്രശ്നം. പിന്നെ ഈ കമ്മൽ എടുത്തോണ്ട് പോയി വിറ്റിട്ട് ആ കാശ് തൊട്ടിട്ടാണ് അച്ഛമ്മയുടെ വളയെടുത്ത് കൊടുക്കാൻ പോണേ. ആ വെറുതെ നമ്മളോട് സാധിക്കാത്ത വീഡിയോ എടുക്കാൻ അതിന്ന് പൈസ കിട്ടൂലേ? കഴിഞ്ഞടി, നിന്റെ കമ്മല് ഗോവിന്ദ വരച്ചോണ്ടങ്ങ് ഇരുന്നോ, തീർന്നു. ഞാനിപ്പോ എന്തോ ചെയ്യും? ഒരു 25,000 രൂപ ഉണ്ടായിരുന്ന നമുക്കതങ്ങ് എങ്ങനെയാലും വാങ്ങിക്കായിരുന്നല്ലേ? 25,000 രൂപ നിന്റെ മറ്റോള് കൊണ്ട് തരൂ. ആയിട്ട് തരൂടി, മറ്റോളെ നിനക്ക് കാണിക്കണം, ഞാൻ വിളിക്കാം, മറ്റോളെ കൊണ്ടുതരും. വേണ ഒന്നും മിണ്ടായിരിക്കോ? അതെ, നമുക്കൊരു പ്രശ്നം വന്നാ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. നിക്കണ്ടേ? ഇരുന്നാ കുഴപ്പമുണ്ടോ? ഇരുന്നോ നീ ചളി അടിക്കണേ. അപ്പച്ചിയുടെ കയ്യിൽ നിന്ന് നമ്മൾ സമാധാനപരമായിട്ടാണെങ്കിലും തല്ലുകൂടിയിട്ടാണെങ്കിലും സാധനം വാങ്ങിക്കും. കണ്ടാ മതി. നിനക്ക് കൂടെ നിൽക്കാൻ പറ്റുമോ ഇല്ലയോ? പിന്നെ കൂടെ നിൽക്കാൻ എന്താ കാണിക്കാനേ? ഞാൻ ഉണ്ടെങ്കിലല്ലേ എന്തെങ്കിലും നടക്കത്തുള്ളൂ. ഓ